CPI സംസ്ഥാന സെക്രട്ടറി കൂടി ചേരുകയാണ്. ശ്രീ ബിനു വിശ്വം, സുധാകർ റെഡ്ഡിയുടെ വിയോഗ വാർത്തയാണ് വരുന്നത്. എങ്ങനെ ഓർക്കുന്നു താങ്കൾ അദ്ദേഹത്തെ? സുധാകർ റെഡ്ഡി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ കാവൽക്കാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേവലം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. മൗലികമായി അതിന് ചില വ്യത്യസ്ത രീതികളും ശൈലികളും പാരമ്പര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു. ആ ബോധ്യം പാർട്ടികളെ ആകെ പൊതുബോധ്യമാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചത് വളരെ വളരെ ശുഷ്കാന്തിയോടെയായിരുന്നു. ഒരിക്കലും എടുത്തുചാട്ടമോ കർശനമായ വാക്കുകൾ പ്രയോഗമോ ഒന്നും ശൈലിയായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളിലെ നിലപാടിലെ കാർക്കശ്യം അത് ശ്രദ്ധിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടമകളെപ്പറ്റി അദ്ദേഹം നിരന്തരമായിട്ട് സഖാക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അത് വെള്ളം ചേർക്കേണ്ട ഒന്നല്ല എന്നും അതിനകത്തൊരു കർശനമായ പിടിഭാഷ തന്നെ വേണമെന്നും അദ്ദേഹം ഭൗതികമായ ഭാഷയിൽ എപ്പോഴും പാർട്ടിക്കകത്ത് പറയുമായിരുന്നു. കട്ടുറപ്പുള്ള ഒരു പാർട്ടി ജനങ്ങളുടെ ലക്ഷ്യങ്ങൾക്കൊപ്പം പൊരുതാനും നിൽക്കാനും സ്വയം ബോധ്യമുള്ള സഖാക്കളുടെ പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിയെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ സങ്കല്പം മുഴുവനും. അനാവശ്യമായിട്ട് രാഷ്ട്രീയ പഠനങ്ങൾ, പാർട്ടി വിദ്യാഭ്യാസ പരിപാടികൾ, പാർട്ടിയുടെ ആശയാഭിരുചിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടത് എല്ലാവരും സ്നേഹിച്ചു അദ്ദേഹം. ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഉള്ള സംഭാഷണങ്ങളിൽ അദ്ദേഹം എപ്പോഴും പൊതു ലക്ഷ്യങ്ങളെ പറ്റി പറയാൻ ശ്രമിച്ചിരുന്നു. ആ ഭാഷയുടെ സൗമ്യതയും ശാന്തതയുമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയെങ്കിൽ പോലും അതിനകത്ത് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്ന നിലപാടുകളുടെ വ്യക്തതയും ആശയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയും അതും ശ്രദ്ധേയമായിരുന്നു. വിദ്യാർത്ഥി ജീവിതകാലം തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് സ്നേഹം ലഭിച്ച സഹാബാണ് ഞാൻ AISFന്റെ പ്രവർത്തകനായിട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കെ അദ്ദേഹം AISFന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അതും കൂടിക്കാഴ്ച മാത്രം. പിന്നെ അത് വളർന്നു വന്ന് അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ സഖാവായി സഹപ്രവർത്തകനായി എല്ലാം കഴിഞ്ഞപ്പോൾ ഈ സുധാകർ റെഡ്ഡി എന്റെ മനസ്സിലൊരു വലിയ ബിംബമായിട്ട് അവരെ വിടുകയായിരുന്നു. ജീവനില്ലാത്ത ബിംബമല്ല, നല്ല ജീവനുള്ള ചൈതന്യമുള്ള വ്യക്തതയുള്ള ഒരു വഴികാട്ടിയെപ്പോൾ അദ്ദേഹം മാറുകയായിരുന്നു. മാത്രമല്ല, കൊല്ലം സമ്മേളനത്തിലാണല്ലോ അദ്ദേഹത്തെ 3ാം തവണയും ജനറൽ സെക്രട്ടറി ആയപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തിന്റെ അനാരോഗ്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ സുധാകർ റെഡ്ഡി എന്ന പേരിലേക്ക് അന്ന് പാർട്ടി ഒരേ സ്വരത്തിൽ എത്തുകയായിരുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിന് ആ പ്രത്യേകത ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എല്ലാവരും ഇഷ്ടപ്പെട്ട, എല്ലാവരും പാർട്ടിയുടെ ഒരു 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 ശക്തനായ നേതാവാകാൻ യോഗ്യനെന്ന് ഒരുപോലെ പറഞ്ഞ പേരായിരുന്നു സുധാകർ റെഡ്ഡിയുടെ പേര്. അദ്ദേഹം അപ്പോഴും പറഞ്ഞിരുന്നു ആരോഗ്യം തീരെ നല്ലതല്ല, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴും എല്ലാവരും കൂടെ പറഞ്ഞു സുധാകർ റെഡ്ഡി പാർട്ടിയെ നയിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഏറ്റെടുക്കുകയുള്ളൂ. പക്ഷെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായപ്പോൾ അദ്ദേഹം വാശി പിടിച്ചു പറഞ്ഞു, ഇല്ല, എനിക്കിനി തുടരാൻ പാടില്ല, ഞാൻ അർഹനല്ലാതിന് ഞാൻ മാറി നിൽക്കണം. അദ്ദേഹം വാശി പിടിച്ചു പറഞ്ഞു. അദ്ദേഹം മാറി രാജ ജനറൽ സെക്രട്ടറി ആയി. തന്റെ ടീമിനെ അദ്ദേഹം കൂട്ടായി നയിച്ചു. അദ്ദേഹത്തിന്റെ കാലത്തുള്ള സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ്, അതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് വലിയ ഒരു പങ്കുണ്ടായിരുന്നു. ആ പങ്ക് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒരു സുധാകർ റെഡ്ഡിയുടെ ശൈലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്വാധീനത്തിന്റെ അംശമുണ്ട്. പക്ഷെ ഒരിക്കലും സമ്മർദ്ദത്തിൻ്റെതല്ല, കണ്ണുരുട്ടലിന്റെയോ അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിലപാടിന്റെയോ അല്ല, വാക്കിന്റെയോ അല്ല. നിലപാടുകളുടെ കാർക്കശ്യമുണ്ട്, പക്ഷെ പെരുമാറ്റത്തിലെയും വാക്കുകളുടെയും സ്വന്തതയും അദ്ദേഹത്തെ പ്രത്യേകതയായിരുന്നു. ആ സ്വന്തതയ്ക്കകത്ത് അദ്ദേഹം എന്നും സൂക്ഷിച്ചു വെച്ചത് വളരെ വ്യക്തതയുള്ള വിപ്ലവബോധമായിരുന്നു. വിപ്ലവകാരിക്ക് ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ശൈലികൾ, ഇതിനെപ്പറ്റിയെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും സുധാകർ റെഡ്ഡി ഉയർത്തിപ്പിടിച്ചു. ആ സ്നേഹത്തിന്റെ ഓർമ്മകൾ എനിക്ക് ഒത്തിരിയുണ്ട്. അതെല്ലാം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എന്തായാലും സുധാകർ റെഡ്ഡിയെ വളരെ വളരെ ആദരവോടുകൂടി ഇന്ത്യ ഓർക്കും. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് മുമ്പിൽ ഒരുപാട് കർത്തവ്യങ്ങൾ കുവിഞ്ഞുകൂടുന്ന കാലഘട്ടത്തിൽ വർഗീയ ഫാസിസത്തിന്റെ ശക്തികൾ നാടിനെ പിടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഈ വേളയിൽ വളരെ ലക്ഷ്യബോധമുള്ളൊരു ജനാധിപത്യ പ്രതിഷേധ പ്രസ്ഥാനം
പ്രതിരോധ നില യഥാർത്ഥമാക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിയോഗം എല്ലാവരെയും അവതരിപ്പിക്കും. ഞാൻ ആ പ്രിയപ്പെട്ട സഹാവിന്റെ നേതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കൊടി താഴ്ത്തിപ്പിടിക്കുന്നു. എല്ലാ തരത്തിലുള്ള ദുഃഖത്തോടെയും പറയുമ്പോൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് CPIക്ക് മാത്രം ഉണ്ടായ നഷ്ടമല്ല, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാകെ തന്നെ ഈ നഷ്ടം നേരിടുന്നുണ്ട്. എന്നും പറഞ്ഞാൽ പോരാ, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന എല്ലാ ശക്തികൾക്കും ഈ നഷ്ടത്തിന്റെ ആഴം മനസ്സിലാകും. ഒരു പുതിയ പാതയ്ക്ക് വേണ്ടി നാം കെട്ടിപ്പടുക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ സമര ഐക്യനിരയുടെ ഭാഗമായി അവർക്കെല്ലാം അദ്ദേഹത്തിന്റെ പ്രാധാന്യമറിയാം. അതുകൊണ്ട് തന്നെ ഈ വിയോഗം ദുഃഖമുള്ളതാണ്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. CPIയുടെ കേരള ഘടകവും പങ്കുചേരുന്നു.